ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അനുഭവങ്ങൾ പാളിച്ചകളിൽ ഞാൻ ജനറിക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് പറയുന്നത്. ഈ ജനറിക് വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കൺസൾട്ടിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, 2700-ലധികം കമ്പനികളിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനുകളിൽ നമ്മൾ പോവുകയും ഈ പറയുന്ന പ്രോസസ്സ് റൺ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും വളരെ വിജയകരമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് വിജയകരമാവുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ആക്ച്വലി ഒരു കൺസൾട്ടിങ് അസൈൻമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആവശ്യമുണ്ടെന്ന് വിചാരിച്ചോളൂ. ചിലപ്പോൾ റവന്യൂ ഇൻക്രീസ് ചെയ്യലായിരിക്കാം, ചിലപ്പോൾ പ്രോഫിറ്റബിലിറ്റി കൂട്ടലായിരിക്കാം, ചിലപ്പം നിങ്ങളുടെ ക്രെഡിറ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യലായിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ബെറ്റർ ആക്കുന്നതായിരിക്കാം. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ശരിക്കും നിങ്ങൾക്ക് നല്ല സൊല്യൂഷൻസ് തരാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷനുകളിൽ ഒന്ന് എന്ന് പറയുന്നത് CBL എന്ന് പറയുന്ന ഒരു ജേണിയാണ്. അതൊരു കൺസൾട്ടിങ് ജേണി കൂടിയാണ്. മെൻറ്ററിങ്, ട്രെയിനിങ് പ്ലസ് കൺസൾട്ടിങ് ജേണിയാണ്. ഞങ്ങളൊരു 4 മന്ത്സിലേക്കുള്ള ജേണിയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യിപ്പിച്ച് തരാനായിട്ട് സാധിക്കും. ആ ഒരു 4 മാസം കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ നിങ്ങൾക്ക് തരുന്നതിലൂടെ. അതല്ലാതെ ഹാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇംപ്ലിമെൻറ്റേഷനിലടക്കം ഫോളോ അപ്പ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ കൺസൾട്ടിങ് അസൈൻമെൻറ്റുകളും ചെയ്യാറുണ്ട്. അപ്പോൾ CBL എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ മന്ത്ലി ഒരു 1 lakh കോസ്റ്റ് വരുന്നത്. ഒരു 4 മന്ത്സിലേക്കാണെങ്കിൽ ഒരു 4 lakhs വരും. അതേസമയം കൺസൾട്ടിങ് അസൈൻമെൻറ്റ്സ് എടുക്കുമ്പോൾ പലപ്പോഴും മന്ത്ലി ഒരു 3 lakhs ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ചിലപ്പോൾ ഒരു 6 മാസത്തേക്ക് വേണ്ടി വരും, ഒരു 18 lakhs വരെ വേണ്ടി വരും. കാരണം അത് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് ഓർഗനൈസേഷനെ ഓവറോൾ ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ CBL ആണെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യം, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി 1% കൂട്ടണം എന്നൊക്കെ പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്താണ് പോവുക. അതേസമയം നമ്മൾ ഒരു കൺസൾട്ടിങ്ങിൽ പോകുമ്പോൾ നമ്മൾ ഹോളിസ്റ്റിക്കലി ഇതിനെ അപ്രോച്ച് ചെയ്യും. മൊത്തം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് എല്ലാ കാര്യങ്ങളിലും ചേഞ്ച് വരുത്തും. അപ്പം നിങ്ങൾക്ക് ഷോർട്ട് ടേമിലേക്ക് ഒരു ചേഞ്ചാണ് വരുത്താണെങ്കിൽ CBL ബെസ്റ്റാണ്. ഉറപ്പായിട്ടും ഇതെല്ലാം 100% നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഉറപ്പായിട്ടും ഒരുപാട് വിജയ കഥകളും നമ്മളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ടെസ്റ്റിമോണിയൽസ് ഒക്കെ തരാം, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് തരാനൊക്കെ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ്. ദിസ് ഫോർമുല ഈസ് കോൾഡ് ബെക്ഹാർഡ് ഫോർമുല, അല്ലെങ്കിൽ ബെക്ഹാർഡ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഈ ബെക്ഹാർഡ് ഇക്വേഷൻ ഉണ്ടെങ്കിലാണ് പലപ്പോഴും നമുക്കിത് വിജയിപ്പിക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാവുക. കാരണം ഇപ്പോൾ ഞാനൊരു കമ്പനി റൺ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനി റൺ ചെയ്യാണ്. അപ്പം നിങ്ങളൊരു കമ്പനി റൺ ചെയ്യുന്നു, പക്ഷേ അതിനകത്ത് നിങ്ങൾക്കൊരു ശക്തമായിട്ടുള്ള ഒരു പെയിൻ പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ക്രെഡിറ്റ് കിടക്കുന്നു, പുറത്ത് നിങ്ങളുടെ ഫണ്ട് മാർക്കറ്റിൽ കിടക്കുകയാണ്. നിങ്ങൾക്കൊരു 3 കോടി രൂപ പിരിഞ്ഞ് കിട്ടാനുണ്ട്. പക്ഷേ അത് പലപ്പോഴും 90 days എബോവ് ഒക്കെ ആയി, പലതും ബാഡ് ഡെറ്റ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വലിയ പ്രശ്നത്തിലാണ്, എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. ഇത് നിങ്ങൾക്കുള്ള ഒരു പെയിനാണ്, ശക്തമായ പെയിനാണ്. രസകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലുള്ള മിക്ക ആളുകളും ഇത് വലിയ ഒരു പെയിൻ ആവുന്നത് വരെ അവർ വെച്ചുകൊണ്ടിരിക്കും. പല ആൾക്കാരും ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരും കണ്ടിന്യൂ ചെയ്യും. പല ആൾക്കാരും ഇപ്പം നമ്മളെയൊക്കെ പലപ്പോഴും ട്രെയിനേഴ്സ് എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ആബ്സല്യൂട്ട്ലി റോങ്. ട്രെയിനിങ് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്, ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിൻ്റെ. മോട്ടിവേഷണൽ ട്രെയിനിങ് അല്ല കേട്ടോ, കൃത്യമായിട്ട് പറയുകയാണ്. ചില കാര്യങ്ങൾ ക്രെഡിറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ ക്രെഡിറ്റിനെ കുറിച്ച് പഠിക്കണം, അതൊരു ട്രെയിനിങ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മാനേജ്മെൻറ്റിൻ്റെ ഓരോ ഭാഗത്തെയും കുറിച്ചുള്ള പഠനങ്ങളാണ് ട്രെയിനിങ്ങുകൾ. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇപ്പോൾ ഒരു ക്യാഷ് ഫ്ലോ ബെറ്റർ ആക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു പെയിനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം 3 കോടി രൂപയിലധികം മാർക്കറ്റിൽ കിടക്കുന്നു. ഇനി എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല ഒരു കാര്യത്തിനും. ഇങ്ങനെ വരുന്ന അവസ്ഥയിലാണ് പലപ്പോഴും കൺസൾട്ടൻറ്റിനെ സമീപിക്കുന്നത്. അപ്പോൾ ഇതൊരു റിയൽ പെയിനാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷനാണ്. ഡിസ്സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ പ്രസൻറ്റ് സ്റ്റാറ്റസ്. നമ്മളുടെ ഇപ്പോഴുള്ള സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ട് എനിക്കൊരു വലിയ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഒരു മാറ്റം ആവശ്യമാണ്. ഈ മാറ്റത്തിന് വേണ്ടി ആക്ച്വലി ഏറ്റവും ആദ്യം വേണ്ട എന്തെന്നറിയാമോ? ഈ മാറ്റത്തിന് വേണ്ടി ഏറ്റവും ആദ്യം വേണ്ടത് വിഷനാണ്. അതിനെ V എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇക്വേഷനകത്ത് ഡിസ്സാറ്റിസ്ഫാക്ഷനെ D എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ 1 out of 10 എന്ന് പറയുന്ന സ്കെയിലിൽ നിങ്ങളുടെ ഡിസ്സാറ്റിസ്ഫാക്ഷൻ എത്രമാത്രം ഇൻറ്റൻസീവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് എത്രമാത്രം പെയിൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ, ഒരു 9 മാർക്ക് കൊടുത്തോളൂ. വലിയ ഡിസ്സാറ്റിസ്ഫാക്ഷൻ, തീരെ പറ്റാതായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആക്ച്വലി നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാകേണ്ടതാണ്. എന്തായിരിക്കണം വിഷൻ? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അത് ഒരു ബിഗ്ഗർ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് ആയിരിക്കണം. ലോകത്തിലെ എല്ലാ ആളുകളിലേക്കും ഹെൽത്ത് എത്തിക്കണം, അല്ലെങ്കിൽ ലോകത്തെ എല്ലാ ആളുകളിലേക്കും നല്ല കുടിവെള്ളം എത്തിക്കണം, അല്ലെങ്കിൽ നല്ല വായു എത്തിക്കണം, അല്ലെങ്കിൽ ആരോഗ്യം എത്തിക്കണം എന്നൊക്കെ പറയുന്ന പോലെ
സമൂഹത്തിന് മൊത്തം ഉപകാരപ്രദമാകുന്ന ഒരു സാധനത്തിലേക്ക് ആണ് വിഷൻ ഓറിയൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഉറപ്പായിട്ടും ഇപ്പം ഹോസ്പിറ്റൽ നടത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ഫാർമസി നടത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു മെഡിസിൻ മാനുഫാക്ചർ ചെയ്യുന്ന ആൾ, ഇവരെല്ലാം ചിലപ്പോൾ ഹെൽത്ത് അല്ലെങ്കിൽ വെൽനെസ് ലോകത്തിലെ എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള വിഷനിലായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരു കിടക്ക ഉണ്ടാക്കുന്ന ഒരാൾ ചിലപ്പോൾ ലോകത്തിൽ എല്ലാ ആളുകൾക്കും ഏറ്റവും സുഖപ്രദമായ ഉറക്കം കൊടുക്കണം എന്നുള്ളതായിരിക്കും അവരുടെ ഒരു വിഷൻ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സോഷ്യൽ എലമെൻ്റ് ആയിരിക്കണം വിഷനിൽ ഉണ്ടാവേണ്ടത്. റാദർ ദാൻ എനിക്ക് 10,000 കിടക്ക വിൽക്കണം എന്നുള്ളതിനേക്കാൾ 10,000 ആളുകൾക്ക് സുഖപ്രദമായ ഉറക്കം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ വിഷനെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? അതിനകത്തൊരു ആത്മാർത്ഥത ഉണ്ടാവും, അതിനകത്തൊരു വാല്യൂ സിസ്റ്റം ഉണ്ടാവും. അതിനകത്ത് ഞാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ റെഡി ആവില്ല, ഞാൻ ഏതറ്റം വരെയും പോകാൻ റെഡിയാവും, ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ആളുകളെ കണ്ടെത്തും, മാർക്കറ്റിങ്ങിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാവും. ഇവിടെയാണ് വിഷൻ്റെ പവർ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ എലമെൻ്റ് ഉണ്ട്, ദാറ്റ്സ് ഫൈൻ. പക്ഷെ നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് വിഷൻ ഉണ്ടെങ്കിൽ അത് 1 തൊട്ട് 10 വരെയുള്ള സ്കെയിലിൽ എത്രമാത്രം ഇൻറ്റൻസീവായിട്ടുള്ള ഒരു വിഷനാണ്. നിങ്ങളുടെ വിഷൻ അത്യാവശ്യം ഇൻറ്റൻസീവ് ആണെങ്കിൽ ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങളൊരു 6 അല്ലെങ്കിൽ 7 മാർക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക, 6 മാർക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഡിസാറ്റിസ്ഫാക്ഷൻ 9 മാർക്ക് കൊടുത്തിട്ടുണ്ട്, ഇതിന് 6 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഫസ്റ്റ് സ്റ്റെപ്സ്, എഫ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്സ്, നിങ്ങൾ ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ചിന് വേണ്ടി ഇപ്പോൾ വലിയ പ്രശ്നത്തിലിരിക്കുകയാണ്, 3 കോടി പുറത്ത് കിടക്കുകയാണ്, എനിക്ക് വിഷൻ അത്യാവശ്യമുണ്ട്, ഇതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സാണ് ഫസ്റ്റ് സ്റ്റെപ്സ് ആയിട്ട് എടുക്കുന്നത്? ഇപ്പോൾ ചിലപ്പോൾ ഒരു കൺസൾട്ടൻറ്റിനെ കൊണ്ടുവരുന്നതായിരിക്കാം, അതിനുവേണ്ടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കാം. ചിലപ്പം കൂടുതൽ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി വേറൊരു സോഴ്സ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ബാങ്കിൽ നിന്ന് കുറച്ച് കടമെടുക്കുന്നതായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തൊക്കെ ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് ഈ പറയുന്ന ഡിസാറ്റിസ്ഫാക്ഷനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ വിഷൻ്റെ ഭാഗമായി നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്സ് ആണെങ്കിൽ 1 മുതൽ 10 വരെയുള്ള സ്കെയിൽ നിങ്ങൾ അതിനെയും റേറ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ 8 എന്ന് വിചാരിക്കുക, നമ്മൾ കൊടുത്തിരിക്കുന്ന 8 ആണ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 9 × 8 × 6 ഏകദേശം 432. 432 നിങ്ങൾക്ക് ഇക്വേഷനിൽ കിട്ടിയിട്ടുള്ളത് എന്ന് വിചാരിക്കുക. ഈ 432 കുറവായിരിക്കണം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? റെസിസ്റ്റൻസ് പലപ്പോഴും നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ശക്തമായിട്ടുള്ള ഒരു താല്പര്യക്കുറവുണ്ടാവും. വളരെ ചെറിയ ഒരു ചേഞ്ച് ആണെങ്കിൽ പോലും നമുക്ക് പോലും ചേഞ്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ലക്ഷക്കണക്കിന് ബിസിനസ്സുകാരുണ്ടായിട്ട് പോലും ഞാനിപ്പോഴും പറയും 2700-ൽ കൂടുതൽ കമ്പനികളെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയും ലക്ഷക്കണക്കിന് കമ്പനീസിനെ കൺസൾട്ട് ചെയ്യാൻ ഇരിക്കുക. കാരണം എന്താ? ബിക്കോസ് ആളുകൾക്ക് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ചേഞ്ച് ചെയ്യണമെന്നുള്ളത് ഒരു വിഷൻ്റെ ഭാഗമായി മാറിയിട്ടില്ല. പലപ്പോഴും അവർ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട നാളെ ആവാം, അല്ലെങ്കിൽ മറ്റന്നാളാവാമല്ലോ, അടുത്ത ആഴ്ച ആവാമല്ലോ, അടുത്ത മാസം ആവാമല്ലോ, അടുത്ത വർഷമാവട്ടെ, അടുത്ത ഫിനാൻഷ്യൽ ഇയറോട്ട് നമ്മൾ സ്ട്രീം ലൈൻഡ് ആവാം, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നവും. ഇങ്ങനെ വിചാരിച്ചു തുടങ്ങിയിട്ട് കഴിഞ്ഞ 10 വർഷമായി, അപ്പോഴേക്കും നമ്മുടെ കാലഘട്ടം അങ്ങ് തീർന്നു പോയി, പുതിയ കാലഘട്ടം വന്നു, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ നിന്ന് തന്നെ ഔട്ടായിപ്പോയി. ഇതാണ് സത്യം പറഞ്ഞാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് വലിയൊരു സംഭവമാണ്. അത് 432-നേക്കാൾ കുറവായിരിക്കണം റെസിസ്റ്റൻസ്. സാധാരണ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ഞാൻ ഈ സംഖ്യകൾ ഒരു സിംബോളിക്കായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതിനേക്കാളൊക്കെ കൂടുതലായിരിക്കും സാധാരണ റെസിസ്റ്റൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്റ്റെപ്പ് പോലും എടുക്കാത്തത്. അപ്പോൾ ഈ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് എന്തുണ്ടാകണം? നമുക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം. അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്കൊരു ഡ്രൈവ്, ഒരു വിഷൻ, വളരെ ശക്തമായിട്ടുള്ളൊരു വിഷൻ ഉണ്ടാകണം. ഒപ്പം തന്നെ അതിൻ്റെ ആദ്യ സ്റ്റെപ്പുകൾ എടുക്കുകയും വേണം. ഈ ആദ്യ സ്റ്റെപ്പ് ഇതിലെ ഏതെങ്കിലും ഒന്ന് 0 ആയി പോയാൽ അവിടെയാണ് ഒരു പ്രത്യേകത. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിച്ചോളൂ, പക്ഷേ നമുക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഇല്ല, കുഴപ്പമില്ല, അതിങ്ങനെ പോയിക്കോട്ടെ എന്നുള്ളതാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ ഫോർമുലയിൽ അത് 0 ആയി. അപ്പോൾ ടോട്ടൽ സംഭവം എന്തായിപ്പോയി? 0 ആയിപ്പോയി. അതിനേക്കാൾ കൂടുതലായിരിക്കും എന്തായാലും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നടക്കില്ല. ഇവിടെയാണ് ഈ ഇക്വേഷൻ്റെ ബ്യൂട്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തന്നെ വിഷൻ വളരെ സ്ട്രോങ് ആയിരിക്കണം. ഞാൻ വളരെ അപൂർവ ആൾക്കാരെ മാത്രമേ ശക്തമായ വിഷനോട് കൂടി കണ്ടിട്ടുള്ളൂ. അപ്പോൾ വിഷൻ വളരെ ചെറുതായിരിക്കും. അതിങ്ങനെയൊക്കെ ആവാം, നോക്കാം, അല്ലെങ്കിൽ അത് വേണോ, ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനുള്ള ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ വിഷൻ്റെ മാർക്ക് കുറവാണെങ്കിലും അവിടെ പ്രശ്നമാണ്. എഗെയിൻ ഇനിയിപ്പോൾ ഇത് രണ്ടും ഉണ്ട്, ഡിസാറ്റിസ്ഫാക്ഷനും ഉണ്ട്, വിഷനും ഉണ്ട്. പക്ഷെ എന്തില്ല, നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നില്ല. 100 ആളുകളോട് അഭിപ്രായം ചോദിച്ചിട്ട് ആളുകൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്ന ആളുണ്ട്, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാൻ ഒരുപാട് താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ 0 ആയി. എഗെയിൻ എന്തായി? റെസിസ്റ്റൻസ് അതിനേക്കാൾ വലുതായി.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മൂന്നും വളരെ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ റെസിസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ കൂടെയുള്ള ടീമിൻ്റെയും സ്റ്റാഫിൻ്റെയും ഒക്കെ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയട്ടെ, CBL എന്ന് പറയുന്ന ഞങ്ങൾ 9ഓളം ബാച്ചുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. 9 ബാച്ചുകളിലായിട്ട് 160ഓളം ഓൺട്രപ്രണേഴ്സ്, പല മേഖലകളുള്ള, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഡൊമൈൻസും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. പലതരത്തിൽ അവർ വളരെ വലിയ സക്സസ്സിലേക്ക്, അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിലേക്ക് ഒക്കെ പോയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് റെഫറൻസസ് നിങ്ങൾക്ക് തരാൻ സാധിക്കും. നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു മാറ്റം ആവശ്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ അടുത്ത CBL ബാച്ചിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. 4 മാസത്തെ കോഴ്സാണ്. പെർ മന്ത് 1 lakh കോസ്റ്റ് വരും. അത് പക്ഷേ ഒരു ചെറിയ കോസ്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് നോക്കുമ്പോൾ എന്ന് ഞാൻ ഉറപ്പ് തരുകയും ചെയ്യുന്നു. അപ്പോൾ 4 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ചിലവുണ്ടാവുക. ദിസ് ഈസ് ഗോയിങ് ഓൺ. ഞാൻ പറഞ്ഞല്ലോ 9ഓളം ബാച്ചുകൾ കഴിഞ്ഞു, 10ാമത്തെ ബാച്ചിലേക്കാണ് ഞങ്ങൾ അഡ്മിഷൻ നോക്കുന്നത്. സോ ദിസ് ഈസ് ഗോൺ ടു ബി സംതിങ് റിയലി എക്സൈറ്റിംഗ്, റിസൾട്ട് ഓറിയൻറ്റഡ്. ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാം അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇതൊരു ജേണിയാണ്, ഒരു മാറ്റത്തിലേക്കുള്ള ജേണി. പക്ഷെ മാറ്റം എപ്പോഴാണ് സാധ്യമാകുന്നത്? എപ്പോഴാണോ നിങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അത് അത്രയും വലുതാവുന്നത്, നിങ്ങളുടെ വിഷൻ വളരെ ശക്തമാകുന്നത്, ഒപ്പം തന്നെ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ ഒന്ന് ഇതാണ്, ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി മേ ബി ഒരു കൺസൾട്ടൻറ്റിനെയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തുടങ്ങി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബെക്കാർഡ് ഫോർമുല നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കോഴ്സിൻ്റെയും നമ്മളുടെ കൺസൾട്ടിങ് പ്രോഗ്രാംസിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്.